ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് 7 മിനിറ്റ്. സാർ, ഞാൻ 7 ധനാഭ്യർത്ഥനകളെയും അനുകൂലിക്കുകയാണ്. സാർ, എക്സൈസ് മുതൽ ഇങ്ങോട്ട് സാമൂഹിക സുരക്ഷിത വരെയുള്ള വിവിധ വകുപ്പുകളാണ്. വളരെ പരിമിതമായ സമയമാണ്. അതുകൊണ്ട് ഒരു വകുപ്പ് മോശമായ പ്രവർത്തനമല്ല, പക്ഷേ എല്ലാവരും ഒരുപോലെ ഭരിക്കാൻ വയ്യാത്ത രഘുവംശത്തിലെ നായികയെ പോലൊരവസ്ഥയാണ് എൻ്റേത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും സംസാരിക്കാതെ പോയ ഒരു വകുപ്പാണ് സാംസ്കാരിക വകുപ്പ്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സാർ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ യുവ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ 1000-ഓളം കലാകാരന്മാർക്ക് വേണ്ടി ഈ വജ്രജൂബിലി ഫെല്ലോഷിപ്പ് നടപ്പാക്കുക മാത്രമല്ല, ഓരോ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ആവശ്യമായിട്ട് തുക വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവുകളെ സമൂഹത്തിന് വേണ്ടി നൽകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കടലിൻ്റെ മക്കൾ യഥാർത്ഥത്തിൽ കടൽമിഴി എന്നൊരു പദ്ധതി നടപ്പാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം കടലിൻ്റെ മക്കൾക്ക് വേണ്ടി അവരുടെ സർഗാത്മകമായ കഴിവുകളെ വളർത്തിയെടുക്കാൻ അവതരിപ്പിക്കാൻ വേദിയായിട്ടുള്ള കടൽമിഴി എന്ന ആശയം ഇന്ന് 12 ജില്ലകളിൽ അത് പൂർത്തീകരിച്ചു. 2 ജില്ലകളിൽ കൂടെ പൂർത്തീകരിക്കുന്നതോടെ കേരളത്തിലെ കടലോര മേഖലയിൽ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ വലിയൊരു ഉദാത്തമായ മാതൃകയായിട്ടത് മാറുകയാണ്. സാർ, അതോടൊപ്പം തന്നെയാണ് നാടൻ കലാരൂപങ്ങൾ. ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പടയണിയുടെ നാടാണ് എൻ്റെ നാട്. അവിടെ യഥാർത്ഥത്തിൽ പടയണിക്ക് വേണ്ടിയുള്ള രൂപങ്ങൾ ഒക്കെ തന്നെ തയ്യാറാക്കാറുണ്ട്. അത് പാളയിൽ നിന്നാണ് തയ്യാറാക്കുന്നത്. സ്വാഭാവികമായി തന്നെ റൂറൽ ആർട്ട് ഹബ് എന്ന ഒരു വലിയ ആശയം കൊണ്ടുവന്നുകൊണ്ട് ആ മേഖലയിൽ ജോലിയെടുക്കുന്ന ആളുകൾക്ക് കലാരൂപങ്ങൾ രൂപപ്പെടുത്താനും അത് വിൽക്കാനും അവർക്കൊരു വരുമാനം ഉണ്ടാക്കാനുമുള്ള വളരെ ഒരു അഭിനന്ദനാർഹമായ മറ്റൊരു കലാപ്രവർത്തനം കൂടിയാണ് ഈ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും ശ്രദ്ധാർഹമായൊരു കാര്യം, ഈ സാംസ്കാരിക രംഗത്ത് SC/ST വിഭാഗത്തിൽപ്പെട്ട സംവിധായകരായിട്ടുള്ള 4 സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഈ 4 സിനിമകളുടെയും നിർമ്മാണത്തിന് വേണ്ടി ഏകദേശം 1.5 കോടി രൂപ വെച്ച് ഓരോ സംവിധായകർക്കും നൽകി എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചലച്ചിത്ര രംഗത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ, ഞാനിതെല്ലാം ഓരോന്നും പറയുന്നത്, ഈ മേഖലയിൽ വകുപ്പ് നടത്തുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് OTT ഗവൺമെൻറ് ഉടമയിൽ ഒരു OTT പ്ലാറ്റ്ഫോം, അത് സീ സ്പേസ് എന്ന പേരിലുള്ള ഈ പ്ലാറ്റ്ഫോം രൂപീകരിച്ചുകൊണ്ട വ്യത്യാസം. സാർ, അതോടൊപ്പം തന്നെയാണ് സ്ത്രീ സാന്നിധ്യം. ഒരുപക്ഷെ സിനിമയുടെ സ്ത്രീ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും ഈ സാങ്കേതിക മേഖലയിൽ സ്ത്രീ സാന്നിധ്യം വളരെ കുറവായിരുന്നു. അപ്പോൾ അവരെ രംഗത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള തൊഴിൽ പരിശീലന പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ അതോടൊപ്പം തന്നെയാണ് മലയാള സിനിമയുടെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഒക്കെ തന്നെ അടയാളപ്പെടുത്തലുകളാക്കി മാറ്റേണ്ട ഒരു മ്യൂസിയം ഇതുമായി ബന്ധപ്പെട്ട് രൂപകൽപ്പന ചെയ്യണമെന്നുള്ള ഒരാശയം ഈ സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആലോചനയുണ്ട്. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാക്കേണ്ട കാര്യമാണ്. സാർ, അതോടൊപ്പം തന്നെ അന്തർരാഷ്ട്ര നാടകോത്സവം സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളിലെ നാടകങ്ങളെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഇറ്റ്ഫോക്ക് എന്ന രീതിയിൽ ആ പേരിട്ടുകൊണ്ട് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കലാകാരന്മാരുടെ ഡേറ്റാ ബാങ്ക്. ഞാൻ വളരെ പ്രത്യേകമായി വകുപ്പിനെ അഭിനന്ദിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം അത്തരം ഒരു ഡേറ്റാ ബാങ്ക് ഏത് കലാകാരനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഡേറ്റാ ബാങ്കിലൂടെ ലഭ്യമാക്കാൻ കഴിയുന്നു. അങ്ങനെ സാംസ്കാരിക രംഗത്തെ വൈവിധ്യമാർന്ന പരിപാടികൾ. സാർ, ഇന്നലെ വൈകുന്നേരം സായാഹ്നത്തിൽ ഞാൻ ബുക്ക് മാർക്കിൻ്റെ ഈ അയ്യങ്കാളി നഗറിൻ്റെ അടുത്തുള്ള ബുക്ക് മാർക്കിൽ പോകാനിടയായി. വൈകുന്നേരം ഞാനതിലെ ഒരുപാട് പ്രാവശ്യം MLA ഹോസ്റ്റൽ താമസിക്കുന്ന ആൾ നടന്നു പോയതാണ്. അവിടെ ഇരുണ്ട മൂലയിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പോലും അറിയില്ല. ഞാനിന്നലെ അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളും സ്കൂൾ കുട്ടികളും ഒക്കെ അവിടെ ഉണ്ട്. അവരെല്ലാം ഈ വെളിച്ചത്തിലിരുന്ന് പുസ്തകം വായിക്കുകയാണ്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അസാധാരണമായി ഒരുപക്ഷെ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. സാംസ്കാരിക വകുപ്പിൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിലൊന്നായിട്ട് ബുക്ക് മാർക്കിൻ്റെ ഈ മാറ്റത്തെ കാണാതിരിക്കാൻ കഴിയുകയില്ല. തീർച്ചയായിട്ടും ഏറെ അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യമാണ്. അത് ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. ഇന്നലെ ഇനിയും ഇടവെട്ടുമ്പോഴൊക്കെ തീർച്ചയായും ബുക്ക് മാർക്കിൻ്റെ കോഫി വിത്ത് ബുക്ക് എന്നുള്ള ആശയമാണ്. കാരണം അതോടൊപ്പം തന്നെ ചായ കുടിക്കുകയും കാപ്പി കുടിക്കുകയും പുസ്തകം വായിക്കുകയും സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു വളരെ മനോഹരമായ ഒരാശയമാണ് തീർച്ചയായിട്ടുള്ളത്. സാർ, അതോടൊപ്പം തന്നെയാണ് ഈ മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 22 ചാപ്റ്ററുകൾ ഇപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ രംഗത്തും വലിയൊരു മാറ്റമുണ്ടായി.
ശ്രീകണ്ഠേശ്വരം പത്മനാഭയുടെ ശബ്ദധാരാവലി എടുത്താൽ പൊങ്ങാത്തൊരു പുസ്തകമാണ്. പക്ഷേ അതിപ്പം ഇപ്പം നമ്മളത് ഓൺലൈനിലേക്ക് മാറ്റിക്കൊണ്ട് ഏത് പുസ്തകത്തിൽ എനിക്കതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം വെക്കാൾ ഈ മലയാള ഭാഷ കൃത്യമായി ഉപയോഗിക്കാൻ പലപ്പോഴും പലർക്കും കഴിയാറില്ല. അതുകൊണ്ട് മലയാള ഭാഷയുടെ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകം കൂടി യഥാർത്ഥത്തിൽ ഇതേപോലെ തന്നെ ഓൺലൈനിലേക്ക് മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വാസ്തുവിദ്യാ ഗുരുകുലം. പലതവണ ഞാനിവിടെ പോയിട്ടുണ്ട്. വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്ലാഘനീയമാണ്. ഇത് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കാൻ പോകുന്ന സാംസ്കാരിക സമുച്ചയത്തിന് വാസ്തുവിദ്യാ ഗുരുകുലം അതിമനോഹരമായ പ്ലാനാണ് തയ്യാറാക്കിയത്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരികതയും നമ്മുടെ നാടിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ്. സമയക്കുറവുകളും മറ്റു കാര്യങ്ങളിലേക്കും നടക്കുന്നില്ല. ഫോക്ലോർ അക്കാദമി ഉൾപ്പെടെ തീരദേശ സഭ ഉൾപ്പെടെ ഈ രംഗത്ത് നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇതിലേറ്റവും ശ്രദ്ധാർഹമായ മറ്റൊരു കാര്യമാണ് ഈ നമ്മുടെ പ്രചോദനത്തിൻ്റെ പ്രവാചകർ. ഒരുപക്ഷെ മൺമറഞ്ഞു പോയ എംഗ്ലേസാലു മാസ്റ്ററുടെയും OMD കുറുപ്പ് ഒക്കെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒരുപക്ഷെ ഈ തലമുറയ്ക്ക് അന്യമായി പോകുമ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരും കാലത്തേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമമാണ്. സാർ, ഒരു വകുപ്പിനെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെക്കുറിച്ചൊക്കെ പറയണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ ആ രംഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ പറഞ്ഞതുപോലെ കായിക രംഗത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. 350 ഇവിടെ സൂചിപ്പിച്ചു 960 ആളുകൾക്ക് സ്പോർട്സ് വകുപ്പുമായി ബന്ധപ്പെട്ട് ജോലി നൽകി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഏതാണ്ട് 354 കളിക്കളങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടു. ഒരു പഞ്ചായത്ത് സാർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മറ്റ് വകുപ്പുകളെല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ഈ കായിക മേഖല ഉണ്ടായ വലിയൊരു മാറ്റം കൂടിയുണ്ട്. ഈ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്. കേരളത്തിൻ്റെ കായിക നയം രാജ്യത്തൊട്ടാകെ നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുകയാണ്. സാർ, അതോടൊപ്പം തന്നെയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം വന്ന ഈ പദ്ധതി അതും കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഒരു അനുകരണ അഭിനന്ദനത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപമാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അഭിനന്ദനമെന്ന് എസ് കൃഷ്ണൻ നായർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കായിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുകരണം മറ്റ് ആളുകൾ അനുകരിക്കുന്നത് അഭിനന്ദനത്തിന് ഉദാത്തമായ മാതൃകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നത് സാർ, ഈ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണെങ്കിലും എല്ലാ വകുപ്പിലേക്കും കയറാനുള്ള സമയം ലഭിച്ചില്ല. ഏതായാലും വളരെ സർഗാത്മകമായ പ്രവർത്തനങ്ങളാണ് കായിക മേഖലയിലും അതോടെ സാംസ്കാരിക വകുപ്പിൽ ഉൾപ്പെടെ നടക്കുന്നത്. മറ്റു വകുപ്പുകൾ അതിൻ്റെ ഭാഗമായുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി പോകുന്നതിന് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത